ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ചിക്കൻ കട്ട്ലറ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞത് ഒരു 2 ടേബിൾ സ്പൂൺ നന്നായി വഴറ്റുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴന്നു കഴിയുമ്പോൾ കുറച്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, നമുക്ക് എത്രയാണോ എരി ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള പച്ചമുളക്. മഞ്ഞൾപ്പൊടി ചേർക്കാം, മുളക് പൊടി ചേർക്കാം, ഗരം മസാല പൗഡർ. നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച ചിക്കൻ പൊടിയായി അരിഞ്ഞു വെച്ചതാണ്, അത് ചേർക്കുന്നുണ്ട്. കുറച്ച് ചിക്കൻ പീസൊക്കെ ആയിട്ട് കിടക്കണം, എന്നാലേ നമുക്ക് ചിക്കൻ കടിക്കാൻ കിട്ടത്തുള്ളൂ. അതിനുശേഷം കപ്പ, പുഴുങ്ങി വെച്ച കപ്പ മാഷ് ചെയ്തെടുക്കണം. ആ കപ്പയെ അതിലോട്ട് ചേർക്കുക. എന്നിട്ട് നന്നായി വഴറ്റി തണുക്കാനായി നമുക്ക് മാറ്റി വയ്ക്കാം. നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം. മല്ലിയില കൂടെ ചേർത്ത് തണുക്കാനായി മാറ്റി വയ്ക്കാം. മിക്സ് തണുത്ത ശേഷം നമുക്ക് കട്ട്ലറ്റ് മോൾഡ് വെച്ച് ആ മിക്സിനെ അതിനകത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് ഷേപ്പ് ആക്കിയ ശേഷം 2 മുട്ട ലേശ ഉപ്പ് ചേർത്ത് നല്ലതായിട്ട് അടിച്ചെടുക്കുക. അതിലേക്ക് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലറ്റിൻ്റെ മിക്സ് മുക്കിയെടുക്കുക. മുട്ടയിൽ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ചൂടായ എണ്ണയിലേക്ക്, മീഡിയം ഹീറ്റായിരിക്കണം, അതിലേക്ക് വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണോ സൺഫ്ലവർ ഓയിലാണോ ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് അടുത്തതും അതുപോലെ കോട്ട് ചെയ്തെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിലായിരിക്കണം ഫ്രൈ ചെയ്യേണ്ടത്. ഒത്തിരി തീ കൂട്ടി വെക്കാൻ പാടില്ല. ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കണം, എന്നാലേ നമുക്ക് കറക്റ്റ് വെന്ത് കിട്ടത്തുള്ളൂ. വളരെ ടേസ്റ്റിയായ കപ്പ ചിക്കൻ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഉരുളക്കിഴങ്ങ് വച്ച് ചെയ്യുന്നതിനേക്കാളും വളരെ ടേസ്റ്റിയാണ് കപ്പ ചിക്കൻ കട്ട്ലറ്റ്.